ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി സി വേൾഡ്. അപ്പോൾ കുറച്ചധികം ദിവസങ്ങളായല്ലേ ഞാൻ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ചധികം തിരക്കുകളുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് ഒട്ടുമേ ഇടാൻ ടൈം കിട്ടിയില്ല. പിന്നെ ആകെ ഒരു പോസ്റ്റാണ് ഞാൻ ഇട്ടത്, നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യേണ്ട കണ്ടന്റ് ഏതാകണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിലെല്ലാവരും വീക്ക്ലി പ്ലാൻ ഫോർ LGS LDC VFA ആണ് പറഞ്ഞത്, പിന്നെ ഡിഗ്രി ആണ് പറഞ്ഞത്. അപ്പോൾ ഈ ക്ലാസ്സസും ടെസ്റ്റ് സീരീസും ഒക്കെ കംപ്ലീറ്റ് എടുത്ത് തീർക്കാനുള്ളതുകൊണ്ടാണ് എനിക്ക് ഇടാൻ സാധിക്കാതെ പോയത് കേട്ടോ. അപ്പോൾ നമ്മുടെ 100 ടെസ്റ്റ് സീരീസ് എന്നുള്ളത് കംപ്ലീറ്റ് ആവാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പിന്നെ റാൻഡം ആയിട്ടുള്ള നമുക്ക് വേണ്ട ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒക്കെ വെച്ചിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റൻസ് ആണ് കേട്ടോ. പ്രാക്ടീസ് ടെസ്റ്റുകൾ പോലെയുള്ളതാണ്. അതുപോലെ CRT ക്ലാസ്സസ് വിത്ത് അഡീഷണൽ ഫാക്ട്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറെയും കുറച്ച് കാര്യങ്ങളും ക്ലാസ്സസും ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇടാൻ സാധിക്കാതിരുന്നത്. അപ്പോൾ ഇതിനുശേഷം ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിൻലി ഈ പറയുന്ന രീതിയിൽ ഒരു വീക്ക്ലി പ്ലാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പറയുന്ന അപ്കമിങ് എക്സാംസിന് വേണ്ടിയിട്ട് ഒരു മോഡൽ എന്നോണം, അതായത് എങ്ങനെ നമുക്ക് ഇപ്പോൾ ഡെയിലി കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ, ലൈക്ക് വർക്ക് ചെയ്യുന്നവർ, ഹൗസ് വൈഫ്സ്, ഇവർക്കൊക്കെ എന്താണ് ഡെയിലി സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് കൃത്യമായിട്ടൊരു ടൈം വെച്ച് പഠിക്കാൻ പറ്റണം എന്നില്ല. അപ്പോൾ അവർക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുൻകണ്ടിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, വീക്ക്ലി പ്ലാൻസ് സജസ്റ്റ് ചെയ്തത് കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ കുറച്ച് പേര് വീക്ക്ലി പ്ലാൻ വേണമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഒരു മോഡൽ ഞാൻ കാണിച്ചു തരാം, വീക്ക്ലി പ്ലാൻ സെറ്റ് ചെയ്യേണ്ടത്. സോ ദാറ്റ് നിങ്ങൾക്ക് ഒരു വീക്കിൽ ടാർഗറ്റ് ചെയ്ത് നിങ്ങളുടെ സിലബസ് വൈസ് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാം. സോ നിങ്ങളുടെ ടൈമിനനുസരിച്ച് നിങ്ങൾ ആ ഒരു വീക്ക് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക, അത്രയും പോർഷൻസ് എന്നുള്ളതാണ്. നമുക്കൊരു 4 മന്ത്സിൽ ഒരു 17 വീക്സ് ആണ് ഓൾമോസ്റ്റ് വരിക കേട്ടോ. 17 വീക്സ് ആണ് വരിക. അപ്പോൾ ആ ഓരോ വീക്സ് കണക്കാക്കി നമ്മൾ എന്ത് ചെയ്യാം, പഠിത്തം സെറ്റ് ചെയ്യാം. പിന്നെ ഇതിനുശേഷം ഇതിനുശേഷം ഞാൻ ഈ ഡിഗ്രി പ്രിലിംസ് നിങ്ങൾ നോക്കുന്നവരുണ്ട് എങ്കിൽ അവർക്ക് ഈസി ആയിട്ട് എങ്ങനെ പ്രിലിംസ് ക്ലിയർ ചെയ്യാം. ഞാൻ പ്രിലിംസ് ക്ലിയർ ചെയ്ത് മെയിൻസ് എത്തി, അതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ ആളാണ്. ഈവൻ കഴിഞ്ഞ ഒരു ഇതുപോലും എനിക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലും മിസ്സായത് 1 മാർക്കിനാണ്. അപ്പോൾ ആ ഒരു ഇതൊന്ന് മനസ്സിലാക്കണം. അത്രയും 1 മാർക്കിനൊക്കെ മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എത്രത്തോളം വിഷമിപ്പിക്കും അല്ലേ. ഇത്രയും മാർക്സ് ഉണ്ടായിരുന്നു, പക്ഷേ ഡിലീഷൻ എന്ന് പറയുന്ന ഒരു സംഭവം വഴിയാണ് ഇത്തിരി പ്രശ്നം വന്നത്. അല്ലെങ്കിൽ ഒബ്വിയസ്ലി കയറി പോകേണ്ടതാണ്. അപ്പോൾ ഈ ഡിഗ്രി ലെവലിൽ പഠിക്കേണ്ട ഒരു രീതിയുണ്ട്, അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സോ അത് ഞാൻ ആ വീഡിയോയിൽ പറയാം. ഇത് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ വീക്ക്ലി പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, സോ നിങ്ങൾ ഇത് സ്വപ്നം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നടത്തിയെടുക്കാനുള്ള പ്രയത്നവും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കണം. സോ നിങ്ങൾ ഓരോ ദിവസവും രാവിലെ എണീറ്റ് പഠിക്കണം, ഇന്നത്തെ ദിവസം പഠിക്കണം എന്നുള്ളത് നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നതിന് ഏറ്റവും നല്ലൊരു കാര്യം എന്താ പറയുക, അടുത്ത നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു റാങ്ക് നേടിയിരിക്കും, അത് ടോപ്പ് റാങ്ക് ആയിരിക്കും എന്ന് മനസ്സിൽ സ്വപ്നം കാണുക കേട്ടോ. അത് നിങ്ങളൊരു സ്റ്റിക്കി നോട്ടിൽ എന്തെങ്കിലും ഒന്ന് ഒട്ടിച്ചു വയ്ക്കുക. നിങ്ങൾ രാവിലെ എനിക്കും ഇതാണ് കാണുന്നത്, അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് റാങ്ക് കിട്ടിയിരിക്കും, അത് ടോപ്പ് റാങ്ക് ആയിരിക്കും. ഇനി എനിക്കിങ്ങനെ പരീക്ഷ എഴുതി ഇരിക്കാൻ പറ്റില്ല. കുറേയധികം പരീക്ഷകൾ നമുക്ക് ആർക്കെങ്കിലും മടിക്കില്ലേ, കുറേ തവണ ഇങ്ങനെ പരീക്ഷകൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക, അതിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. സോ അടുത്തത് ആ ഒരൊറ്റ ഇതിലൂടെ ഞാൻ എൻ്റെ ലക്ഷ്യം നേടിയിരിക്കും എന്നുള്ളത് നിങ്ങളൊരു സ്റ്റിക്കി നോട്ടിലോ വല്ലതൊന്നും എഴുതി വയ്ക്കട്ടെ. സോ നിങ്ങൾ ഓരോ ദിവസവും അത് കാണുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇന്നത്തെ ദിവസം എനിക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡ് തന്നെ സ്വയം എന്ത് ചെയ്യാൻ തുടങ്ങും, പ്രിപ്പയർഡ് ആവാൻ തുടങ്ങും. പഠിക്കണം, അതിനനുസരിച്ച് പഠിക്കണം, അത് ഫാസ്റ്റ് ആയിട്ട് പഠിക്കണം, ഏറ്റവും വേണ്ട കാര്യങ്ങൾ മാത്രം പഠിക്കണം, കുറേയധികം പ്രാക്ടീസ് ചെയ്യണം, ക്വസ്റ്റൻസ് നല്ലവണ്ണം റിവൈസ് ചെയ്യണം. ഇത് ഓരോ ദിവസവും നിങ്ങളുടെ മൈൻഡിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ ഓരോ ദിവസവും ആ ഒരു സംഭവം കണ്ടുകൊണ്ടേയിരിക്കണം. എന്താണ്, അടുത്ത പരീക്ഷയ്ക്ക് ഞാൻ റാങ്ക് നേടിയിരിക്കും. അത് ഒന്നും തന്നെ നിങ്ങൾ സങ്കല്പിക്കുക. നമ്മൾ 1 ലക്ഷ്യം വെച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു 10-നുള്ളിലോ 100-നുള്ളിലോ 200-നുള്ളിലോ ഒക്കെ എത്തും. ഓക്കെ, പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഹാർഡ് വർക്കിന്റെ ആ ഒരു ലെവൽ കൂടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് അതിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. അതിനാണ് ഞാനത് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക നിങ്ങളോട് പറയാനായിട്ട്. ജീവിതത്തിൽ അങ്ങനെ ഒന്ന് എഴുതി വെച്ച് നോക്കും. എന്നും രാവിലെ എണീറ്റ് നിങ്ങളത് കാണണം. നിങ്ങളുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി അതിനുവേണ്ടി നിങ്ങളുടെ പല കാര്യങ്ങളും റീസെറ്റ് ചെയ്യും. അതിനനുസരിച്ച് നമ്മുടെ ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസും മാറും. കാരണം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ മൈൻഡ് ഇങ്ങനെ അത് വേണം, അത് നിനക്ക് നേടിയേ പറ്റുള്ളൂ, നമ്മുടെ മൈൻഡ് തന്നെ നമ്മളെ ഇങ്ങനെ പ്രോംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, സ്വപ്നം കാണുക, പ്രവർത്തിക്കുക, അതിനുവേണ്ടി നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീക്ക്ലി പ്ലാൻ കാണുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നമ്മുടെ LGS ബേസ്ഡ് ആയിട്ട്, സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള പ്ലാനാണ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ VFAയും LDCയും ഇതിൻ്റെ ഒപ്പം നോക്കുന്നവരുണ്ട് എങ്കിൽ, അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസ് നോക്കുന്നവരുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഇതിൽ മാറ്റം വരുത്തണം. പോർഷൻസ് വേണ്ടത് ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ, സെപ്പറേറ്റ് എന്നുള്ള രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഈ LGS സിലബസിലെ ചില പോർഷൻസ് ഞാൻ കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് എന്നുള്ള രീതിയിലാണ് ഇട്ടിട്ടുള്ളത്. ലൈക്ക് റിനൈസൻസ് ലീഡേഴ്സ് എന്നൊക്കെ പറയുന്നത് സെപ്പറേറ്റ് ടോപ്പിക് ആയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മളുടെ ഈ കേരള ഹിസ്റ്ററിയുടെ കൂടെയാണ് അവർ പറഞ്ഞു പോയിട്ടുള്ളതെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. സോ ദാറ്റ് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാകും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളുടെ ഈ പ്ലാനിൽ നിങ്ങൾ നോക്കുമ്പോൾ SCRT PYQസും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. SCRT പാഠഭാഗമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏത് വേണം എന്നുള്ളത്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഒരു പ്ലാനിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ മാക്സിമം നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ,
അല്ലാത്ത പക്ഷം നമ്മൾ പഠിച്ചതിന് ആ ഒരു ഇമ്പാക്റ്റ് കിട്ടില്ല. നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമുള്ള പല ചോദ്യങ്ങളും നമ്മുടെ കൺമുന്നിലൂടെ വന്നു പോകാൻ സാധ്യതയുണ്ട്. ഇതൊന്നാമത്തെ പ്രിലിംസ് ആണ്. നമുക്ക് ടൈം വളരെ മെയിൻസിൻ്റെ അത്രയൊന്നും ഉണ്ടാവില്ല, 1.25 മണിക്കൂറായിരിക്കും ഉണ്ടാവുക. സോ ദാറ്റ് നിങ്ങൾക്ക് മാത്സും അതുപോലുള്ള കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യണം. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓരോ ഏരിയ പഠിക്കുമ്പോഴും അതിനനുസരിച്ചുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് എന്താണ് പ്രോബബ്ലി വരാൻ സാധ്യതയുള്ളത് ആ ഒരു ഏരിയയിൽ നിന്നുള്ളത് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യണം ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് ഈ ക്വസ്റ്റ്യൻസ് കാണുന്നതിലൂടെ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുകയും നിങ്ങൾ പഠിച്ചതിൽ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് തിരുത്തി പോകാൻ സാധിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു പ്ലാൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ മാർക്സ് ഇംപ്രൂവ് ചെയ്യാൻ, നിങ്ങൾക്കൊരു ടോപ്പ് റാങ്കിൽ എത്താൻ, നിങ്ങളുടെ നെഗറ്റീവ് മാർക്സ് കുറയ്ക്കാൻ തീർച്ചയായിട്ടും ഇത് ഹെൽപ്ഫുൾ ആകും. എത്രത്തോളം ചെയ്യാമോ അത്രയും ചെയ്യാം. അതൊരു പോർഷൻ വൈസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സ്ഡ് ആയിട്ട് കിടക്കുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആകും. അതേസമയം ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പോർഷൻസ് വെച്ചിട്ടാകുമ്പോൾ നമ്മൾ ആ പോർഷൻസ് കറസ്പോണ്ടിങ്ങിൽ നമുക്ക് റെഫർ ചെയ്ത് പോകാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ SCRT എന്ന് പറയുന്നത് നമുക്ക് 5 തൊട്ട് 10 വരെയുള്ള ക്ലാസ്സുകളിൽ പാർട്ട് 1, പാർട്ട് 2 എന്ന് പറഞ്ഞ സോഷ്യൽ സയൻസും ബേസിക് സയൻസും ഉണ്ട്. ഇത് 8, 9, 10 എത്തുമ്പോൾ സോഷ്യൽ സയൻസ് 1, സോഷ്യൽ സയൻസ് 2, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി അതിൻ്റെ എല്ലാത്തിൻ്റെയും പാർട്ട് 1, 2 ഉണ്ട്. ഓക്കെ, ഇതും ഉണ്ട്. 5, 6, 7 ഇങ്ങനെയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും പാഠഭാഗങ്ങളിൽ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലെ ഡിഗ്രി ലെവലിലൊക്കെ ചോദിക്കുമോ എന്നുള്ള ചിന്തിച്ചാൽ പോലും ഡിഗ്രി ലെവലിന് പോലും SCRT അവർ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും പാഠഭാഗങ്ങളിൽ നിങ്ങൾ ജസ്റ്റ് നിയർ ആയിട്ട് വായിക്കുമ്പോൾ, ലൈക്ക് നിങ്ങളിപ്പോൾ PDF ഡൗൺലോഡ് ചെയ്തെടുത്ത് വായിക്കുകയാണെങ്കിലും പലതും അതിൽ ഇൻകംപ്ലീറ്റ് ആണ്. ഇൻകംപ്ലീറ്റ് ആയി കിടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ നിൽക്കേണ്ടി വരും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിലുള്ള വെറുതെ ജസ്റ്റ് പറഞ്ഞു പോയത് മാത്രം അങ്ങനെ പഠിക്കുകയല്ല വേണ്ടത്. ഇപ്പോൾ നമുക്ക് പബ്ലിക് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട്, അതായത് പൊതുജനാരോഗ്യം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം പഠിക്കാനുണ്ട്. ഇപ്പോൾ LGS സിലബസ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ, പിന്നെ ആരോഗ്യ പദ്ധതികൾ അങ്ങനെയൊക്കെ ഇട്ട് നിങ്ങൾ ഒരു ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ അതിൽ മെൻഷൻ ചെയ്തു പോകുന്ന കുറച്ച് സ്കീമുകളുണ്ട്. അതിന് താഴെ പിന്നെ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും സ്കീമുകളും നമുക്ക് ഈ ലെവലിൽ നന്നായിട്ട് നടക്കുന്നതാണെന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പക്ഷേ ആ സ്കീമുകൾ എന്താണ് എന്നും, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോൾ വയോമിത്രം എന്ന് പറയുന്ന പദ്ധതി, അത് ജസ്റ്റ് പറഞ്ഞു പോയിട്ടുള്ളൂ. വയോമിത്രം എന്ന് പറയുന്ന പദ്ധതിയും കേരള സർക്കാരിൻ്റെ ആണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു പോയിട്ടുള്ളൂ. പക്ഷേ ആ പദ്ധതി ആർക്ക് വേണ്ടിയിട്ട്, ആരാണ് അതിൻ്റെ ബെനിഫിഷ്യറീസ്, അതിൻ്റെ ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണ് അത് കിട്ടുക, അതിനെന്തെങ്കിലും സ്പെഷ്യൽ ക്രൈറ്റീരിയൻ ഉണ്ടോ, ലൈക്ക് APL അല്ലെങ്കിൽ BPL ആകണം എന്നുണ്ടോ, അല്ലെങ്കിൽ പഞ്ചായത്തിൽ മാത്രമാണോ നടപ്പിലാക്കുന്നത്, അല്ലെങ്കിൽ നഗരസഭകളിൽ മാത്രമാണോ നടപ്പിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയൊക്കെ വേണോ, ജസ്റ്റ് ആർക്കാണ് അതിൻ്റെ ബെനിഫിഷ്യറീസ് എന്ന് മാത്രം പോലെയെന്ന്. അല്ല, കഴിഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾ PYQs ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ മനസ്സിലാക്കാൻ പറ്റും. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. താഴെ തന്നിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെ കാര്യങ്ങളാണ് ഈ പദ്ധതിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ആ പദ്ധതിയുടെ കേവലം ഒരു ലൈൻ സ്റ്റേറ്റ്മെന്റ് മാത്രം പഠിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. സോ അതുകൊണ്ടാണ് നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു ഡിഗ്രി ലെവൽ ആസ്പെക്റ്റിൽ നിന്ന് തന്നെ പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏത് എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. വെദർ അത് ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, 10th ലെവൽ ആയിക്കോട്ടെ, LGS എന്ത് ലെവലാണെങ്കിലും നിങ്ങളൊരു ഡിഗ്രി ലെവൽ ആസ്പെക്റ്റിൽ നിന്ന് പഠിച്ചാൽ സെറ്റ് ആവും. പിന്നെ സിലബസ് വൈസ് മാറ്റം വരുത്താം നമുക്ക്. അതായത് ഡിഗ്രി ലെവലിനുള്ളതും LGSന് ഇല്ലാത്തതും ഉണ്ട്, അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. അല്ലാത്ത പക്ഷം നമുക്ക് എന്ത് ചെയ്യാം, ഏതൊരു കാര്യം എടുത്താലും അതിൻ്റെ അത്രത്തോളം വ്യാപ്തിയിൽ പഠിക്കാം. അപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു മാർക്ക് പോലും മിസ്സാകില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓരോ SCRT കണ്ടന്റും ഇങ്ങനെ ഓരോന്നെടുത്ത് നല്ല രീതിയിൽ നിങ്ങൾ സ്വയം റെഫർ ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ബുക്ക് തപ്പി അതിൽ ഓരോ കാര്യങ്ങൾ മാർക്ക് ചെയ്ത് വേണ്ടതെടുത്ത് സോർട്ട് ചെയ്ത് നമ്മൾ തന്നെ സെർച്ച് ചെയ്ത് ഇതിലൊക്കെ ടൈമല്ലേ പോകുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഞാൻ SCRT ക്ലാസ്സിൽ കംപ്ലീറ്റ് 5 തൊട്ട് 10 വരെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെ വേണോ അതിന് വേണ്ട നമ്മുടെ PYQ ആസ്പെക്റ്റിൽ നിന്നുകൊണ്ടും സ്റ്റേറ്റ്മെന്റ് ലെവൽ വന്നതിനെ ബേസ് ചെയ്തിട്ടും ഒക്കെ ഞാൻ മാക്സിമം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കിത് എക്സാം വരെയാണ് വാലിഡിറ്റി ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ പറയുന്ന രീതിയിൽ SCRT സംഭവങ്ങളൊക്കെ ആണെങ്കിലും ബുക്സ് അഫോർഡബിൾ അല്ലാത്തവരുണ്ട്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഈ ബുക്കുകൾ 5, 7, 9, 6, 8, 10 സോഷ്യലിൻ്റെ അതുപോലെ സയൻസിൻ്റെ ഇത് 2 പുസ്തകങ്ങളായിട്ടാണ് വരിക. ഓക്കെ, അതായത് 5, 7, 9 ഇത് രണ്ടും ഉണ്ട്, 6, 8, 10 ഇത് രണ്ടും ഉണ്ട്. അപ്പോൾ ഈ ഓരോ ബുക്കിനും നല്ല റേറ്റ് ഉണ്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇത് അഫോർഡബിൾ അല്ലാത്തവരുണ്ട് എങ്കിൽ, അതായത് അത്രയും ഒരു ഇത് കൊടുത്ത് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ SCRT ക്ലാസ്സസ് കേട്ടാൽ മാത്രം മതി. പിന്നെ നിങ്ങളൊരു PDF, ആ ടെക്സ്റ്റിൻ്റെ PDF വെച്ച് വായിച്ചാൽ നിങ്ങൾക്ക് സെറ്റ് ആകും. പിന്നെ ഈ ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, അവസാനം നമ്മളൊരു റിവിഷനും കൂടെ നല്ലതാണ് സെറ്റാക്കി SCRT കംപ്ലീറ്റ് ആകും. ഓക്കെ, അപ്പോൾ അങ്ങനെ വേണം SCRT പഠിക്കണം. SCRT ഉള്ളത് എന്തായാലും മസ്റ്റായിട്ട് ചോദിക്കും. അതൊരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ലാത്ത സാധനങ്ങളാണ്. അതിൽ എന്തൊക്കെ പഠിക്കണം പഠിക്കേണ്ട എന്നുള്ളത് നിങ്ങൾ ശരിക്കും തിരിച്ചറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഈ ഒരു കോഴ്സിൻ്റെ റേറ്റ് മാറും ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എക്സാമിന് മുമ്പ് ജോയിൻ ചെയ്യാം. എൻ്റെ ടെലിഗ്രാം ചാനലായ വൃന്ദാവൻ PSC വേൾഡ് എന്നുള്ളത് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എന്നിട്ട് എനിക്ക് ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കോഴ്സിനെ കുറിച്ചുള്ള പറയാം. അതിൽ SCRT കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് ഉണ്ട്.
ഒപ്പം ടെസ്റ്റ് സീരീസ്, കംപ്ലീറ്റ് മോക്ക് ടെസ്റ്റുകൾ ഇൻ ദ സെൻസ് പോർഷൻസ് വൈസ് ആയിട്ടാണ് ഇത് ഉള്ളത്. അതായത് ഓരോ പോർഷൻസിനെ ബേസ് ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ പഠിക്കേണ്ടത് അത് സെപ്പറേറ്റ് ആയിട്ട് ചോദ്യങ്ങളായിട്ട് നിങ്ങൾക്ക് ഇനി ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ അത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡെയിലി എന്നുള്ള രീതിയിലാണ് അത് ഇട്ടിട്ടുള്ളത്. നിങ്ങൾ ആ പറയുന്ന പോർഷൻസ് പഠിക്കുന്നതിനനുസരിച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ വീക്ക്ലി പ്ലാനിനനുസരിച്ച് നിങ്ങൾ പഠിച്ചു പോയിട്ട് നിങ്ങൾക്ക് ഈ ടെസ്റ്റുകൾ പിന്നീട് ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ എടുത്താൽ മതി. അതൊരു വീക്കിൽ വർക്കൗട്ട് ചെയ്യാൻ എടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഓർമ്മയുണ്ട് മനസ്സിൽ, അതുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, ചോദിക്കാൻ സാധ്യതയുണ്ടല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. നിങ്ങൾക്ക് അത് ലിങ്കിലൂടെയും ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഈ പേരൊന്ന് സെർച്ച് ചെയ്താൽ വൃന്ദാവൻ PSC വേൾഡ് എന്നുള്ള ഈ ഒരു പേര് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ ഞാൻ ഇതിനെക്കുറിച്ച് പറയാം. കാരണം ഇനി അങ്ങോട്ട് മാർച്ചിൻ്റെ ഒരു ടെയിൽ എൻഡിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ കോഴ്സിൻ്റെ റേറ്റ് മാറും. ചെയ്യാം. ഇതിൻ്റെ ഒപ്പം കറണ്ട് അഫയേഴ്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് മന്ത്ലി റൗണ്ട് അപ്പ് എന്നുള്ള രീതിയിലും ഞാൻ കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, കറണ്ട് അഫയേഴ്സ് എന്നുള്ളത് മന്ത്ലി ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമാണ് അതിൻ്റെ PDF ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഇത് ഏറ്റവും മിനിമം പ്രൈസിലിട്ടിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അത്രത്തോളം എഫേർട്ട് ഞാൻ ഇതിന് എടുക്കുന്നുണ്ട്. അത്രയും സെർച്ച് ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. വെറുതെ വായിച്ചു പോലല്ല SCRT എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടത് ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റണമല്ലേ, എന്തൊക്കെയാണ് അതിൽ നിന്ന് ചോദിക്കുന്നത്, ഇത്രയും കാര്യങ്ങൾ ഉണ്ടല്ലേ, നമുക്കത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റണം. നമ്മൾ വെറുതെ വായിച്ചു വിടുന്നതല്ല പഠനം എന്ന് പറയുന്നത്. നമ്മൾ ഒരു കാര്യം അയാൾക്ക് ഏറ്റവും ഷോർട്ടായിട്ടും വേണ്ട കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം. എന്താണ് അതിലുള്ളത്, എന്തൊക്കെ അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളത്. ഓക്കെ, ഇനി അതിൽ എന്തൊക്കെ എക്സ്ട്രാ നിങ്ങൾ ആഡ് ചെയ്ത് പഠിക്കണം, ഇങ്ങനെ രീതിയിൽ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആവുള്ളൂ. അല്ലാത്ത പക്ഷം വെറുതെ നമ്മൾ കേവലം ഈ പാറ്റേൺ തന്നെ അടുത്ത പരീക്ഷ ആകുമ്പോൾ അങ്ങനെ ഫോളോ ചെയ്ത് പോകും. ഓക്കെ, സോ ഞാൻ ട്രസ്റ്റ് മീ, ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. SCRT ക്ലാസ്സും ടെസ്റ്റ് സീരീസും അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഡെയിലി ടെസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവർക്കും അവൈലബിൾ ആയി കിട്ടണം എന്നില്ല, ഒരു ഇനീഷ്യേറ്റീവ് ആണത്. നല്ല രീതിയിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റണം. കാരണം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയ ഒരു കാര്യമാണ് ഇതിങ്ങനെ ഈ ഒരു ടെസ്റ്റിന്റെ കുറവും SCRT കൃത്യമായിട്ട് ഒരു എന്താണ് പഠിപ്പിക്കുന്നതിൻ്റെ ഒരു കുറവും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് കേട്ടോ. എടുത്ത് നിങ്ങൾക്ക് ടെക്സ്റ്റ് കാണിച്ച് പഠിക്കുമ്പോൾ ഉള്ള ഒരു വ്യത്യാസം വേറെയാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ വീക്ക്ലി പ്ലാൻ. നിങ്ങൾ നോക്കുക, വീക്ക് 1 എന്നുള്ള രീതിയിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇത് മൊത്തം സബ്ജക്റ്റ് ആണ് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ ഏതൊക്കെ നമ്മളുടെ LGS ബേസ് ചെയ്തിട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ മെജോറിറ്റി പോർഷൻസ് എക്സെപ്റ്റ് നിങ്ങൾ ഇന്ത്യൻ എക്കണോമിക്സ് എന്നുള്ളൊരു ഇത് മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇന്ത്യൻ എക്കണോമിക്സ് ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല. നിങ്ങൾക്കൊരു മോഡൽ എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീക്ക്ലി പ്ലാൻ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു വീക്ക് കൊണ്ട് നിങ്ങൾക്ക് മാക്സിമം കാര്യങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ ഇരുന്ന് പഠിക്കാം. പക്ഷെ ഇൻഡെപ്തിൽ പഠിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ആദ്യം ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദി ബ്രിട്ടീഷ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ മെയിൻലി ബ്രിട്ടീഷുകാർ ഇങ്ങനെ ഇന്ത്യയിൽ അവരുടെ ആ ഒരു ഇത് സ്ഥാപിക്കപ്പെട്ടു എന്നുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. മെയിൻലി ശ്രദ്ധിക്കേണ്ടത് അവർ യുദ്ധങ്ങളിലൂടെ കുറേ സ്ഥലങ്ങൾ ഇവിടെ ഇതാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പോളിസീസ് ഉണ്ട്. പിന്നെ ഇവരുടെ ഭാഗമായിട്ട് വന്ന കർഷക കലാപങ്ങൾ, ഗോത്ര കലാപങ്ങൾ, ഇതൊക്കെ നമ്മൾ നോക്കണം. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലെവലിൽ നിന്ന് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാകുള്ളൂ. കാരണം അതിൽ നിന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ കർഷക ഗോത്ര കലാപങ്ങൾ നമുക്ക് SCRT വരുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഈ കർഷക ഗോത്ര കലാപങ്ങൾ നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഓരോന്ന് ജസ്റ്റ് വെറുതെ ഇങ്ങനെ പൊട്ടുപൊട്ടു പോലെ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുള്ളൂ. പക്ഷെ ഇതൊക്കെ ഇവർ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അത് സ്ഥലം എടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഏത് സ്ഥലത്താണ് ഏത് ഇന്ന ഗോത്ര കലാപം വന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതൊക്കെ പഠിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദി ബ്രിട്ടീഷിൽ ഒരു വീക്ക് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ അണ്ടറിൽ എന്തൊക്കെ വരും, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നതിന്റെ കാരണം, അവർ എന്തൊക്കെ തരത്തിൽ ഇവിടെ അവരുടെ പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചു, കുറേയധികം കലാപങ്ങൾ അവരായിട്ട് വന്നു. ഇപ്പോൾ തുടക്കത്തിൽ ബ്രിട്ടീഷുകാരുമായിട്ട് റിലേറ്റ് ചെയ്ത് ബാറ്റിൽ ഓഫ് പ്ലാസി, ബാറ്റിൽ ഓഫ് ബക്സാർ, ആംഗ്ലോ മൈസൂർ വാർ, ആംഗ്ലോ മറാത്ത വാസ്, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ പ്ലാസിയും ബക്സാറും ആയിരിക്കും LGS ലെവലിനൊക്കെ കൂടുതലും ചോദിക്കാൻ സാധ്യത. മറ്റേത് ആംഗ്ലോ സിഖ് വാറൊക്കെ കൂടുതലും ഈ പറയുന്ന ഡിഗ്രി ലെവലിനാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. എന്നിരുന്നാലും നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കുക. അതിനോട് റിലേറ്റ് ചെയ്ത് പിന്നെ കർഷക കലാപങ്ങൾ, ഗോത്ര കലാപങ്ങൾ, ഇതൊക്കെ ഇന്ത്യയിൽ നടക്കുകയുണ്ടായി. അപ്പോൾ ആ ഒരു കാറ്റഗറിയുടെ അണ്ടറിൽ ഇത്രയും കാര്യങ്ങൾ നോക്കണം. പിന്നെ വരുന്നത് ഇന്ത്യൻ ജോഗ്രഫി. ഇന്ത്യൻ ജോഗ്രഫിയിൽ ഭൂപ്രകൃതിയിലെ ഫിസിയോഗ്രഫി, ബേസിക് ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, ഇന്ത്യയുടെ അതിർത്തികൾ, ബൗണ്ടറീസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൽ വരിക. ഓക്കെ, പിന്നെ കരാതിർത്തി പങ്കിടുന്നത്, കടൽ അതിർത്തി പങ്കിടുന്നത്, അതുപോലെ തന്നെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നുണ്ടോ, ഉണ്ടെങ്കിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെ, പിന്നെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഇത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെ, മെജോറിറ്റി ഷെയർ ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെ, ഇതൊക്കെയാണ് ബേസിക് ഫാക്ട്സിൽ വരിക. ഇത് കംപ്ലീറ്റ് നിങ്ങൾ ഒരു വീക്ക് കൊണ്ട് പഠിച്ചെടുക്കാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് കട്ട് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും ഓരോ ദിവസം കട്ട് ചെയ്ത് പഠിക്കണോ, എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ഒരിക്കലും തെറ്റരുത്. റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ്. നിങ്ങൾ LGS പ്രീവിയസ് പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന്റെയും ഇന്ത്യയുടെയും മാറി മാറി ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ പറയുന്ന ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റുകൾ. ഓക്കെ, കൃത്യമായിട്ട് ആ എണ്ണ അടക്കം ചോദിക്കും, അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചു ചോദിക്കും. അത് മലയാളത്തിൽ തന്നെ നോക്കണം, രേഖാംശം, അക്ഷാംശം എന്നുള്ള രീതിയിൽ. നെക്സ്റ്റ് കേരള ഹിസ്റ്ററി. ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ, മലബാർ ജില്ലാ കോൺഗ്രസ് അപ് ടു നിവർത്തന പ്രക്ഷോഭം. ആക്ച്വലി കേരള ഹിസ്റ്ററി ഞാൻ പോർച്ചുഗീസിന്റെ ആഗമനം അതൊക്കെ പറയാത്തത് നിങ്ങൾ സിലബസിൽ നോക്കുമ്പോൾ ഈ പറയുന്ന രീതിയിൽ നാഷണൽ മൂവ്മെന്റ് ഇൻ കേരള എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ബേസിക് ആയിട്ട് സിലബസിൽ പറഞ്ഞിട്ടുള്ള പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നമുക്കൊരു എന്താണ് ഈ പറയുന്ന രീതിയിൽ റിസ്ക് എടുക്കേണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് ഈ പോർച്ചുഗീസുകാരുടെ വരവും, അതായത് ഈ യൂറോപ്യന്മാരുടെ അധിനിവേശം, അതുപോലെ തിരുവിതാംകൂർ രാജാക്കന്മാർ, അത് നമുക്ക് ലാസ്റ്റ്
ഇതിൽ പഠിക്കാം. സോഷ്യൽ റിഫോം, റിലീജിയസ് മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആ ഒരു ലെവലിൽ പഠിക്കാം. അത് നമുക്ക് സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഓർഡറിൽ പോകാന്ന് വെച്ചിട്ടാണ് ഞാൻ ദേശീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ തുടങ്ങിയത്. ഓക്കെ, മലബാർ ജില്ലാ കോൺഗ്രസ് ടു അപ് ടു നിവർത്തന പ്രക്ഷോഭം. ഇപ്പോൾ ടെസ്റ്റിൽ ചെയ്യുമ്പോൾ നിങ്ങൾ പക്ഷേ അതായത് യൂറോപ്യന്മാരുടെ ആഗമനം തൊട്ട് ആ ഒരു ഓർഡറിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കാരണം വേറെ കൊണ്ടല്ല, ജനറൽ ആയിട്ട് LGS, LDC, VFA എന്നുള്ള രീതിയിലാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ VFA, LDCക്ക് അവിടെ തൊട്ട് പഠിക്കണം, ശരിക്കും ഡിഗ്രിക്കും പഠിക്കണം. അപ്പോൾ ആ ഒരു ലെവലിൽ നിന്ന് പഠിച്ചാൽ ഇവർക്കും ഗുണപ്പെടും, അവർക്കും ഗുണപ്പെടും എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തത്. പക്ഷേ LGS മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരാൾക്ക് അത് ലാസ്റ്റ് മൊമെന്റിൽ നോക്കിയാലും മതി, കുഴപ്പമില്ല. ഓക്കെ, എന്തായാലും നോക്കുന്നത് നല്ലതാണ്. പിന്നെ മലബാർ ജില്ലാ കോൺഗ്രസ് അപ് ടു നിവർത്തന പ്രക്ഷോഭം എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് അതിന്റെ ഇടയിലുള്ള കുറേ പ്രക്ഷോഭങ്ങളും റിലേറ്റഡ് മൂവ്മെന്റ്സ് ഉണ്ട്. സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ഒക്കെ കേരളത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നോക്കണം. അപ്പോൾ നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾക്ക് കട്ട് ചെയ്ത് പഠിക്കാം. ഒരു ദിവസം മലബാർ ജില്ലാ കോൺഗ്രസ്, പിന്നെ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്, പിന്നെ രണ്ടാമത്തെ ദിവസം അതിന്റെ അടുത്തുള്ള 2 മൂവ്മെന്റ്സ്. കാരണം ഇതിലൂടെയൊക്കെ അസോസിയേറ്റ് ചെയ്ത ഓരോ ഡേറ്റുകളുണ്ട്, ഓരോ ഇൻസിഡന്റുകളുണ്ട്, വർഷങ്ങൾ, ഇതൊക്കെ കൃത്യമായിട്ട് നോക്കണം. അപ്പോൾ ഇത് ഒരു വീക്ക് കൊണ്ട് തീർക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ കേരള ജോഗ്രഫി, ഞാൻ സെയിം പറഞ്ഞ പോലെ കേരളത്തിന്റെ ഫിസിയോഗ്രഫി എന്ന് പറയുമ്പോൾ ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഡിവിഷൻ, മലനാട്, ഇടനാട്, തീരപ്രദേശം, ഓരോന്നിന്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ ഫാക്ട്സും പഠിക്കണം. ഇത് ഞാൻ പറഞ്ഞ ഒരു വീക്കിലാണ്. അപ്പോൾ ഇന്ത്യൻ ജോഗ്രഫി പഠിക്കണം, ഭൂപ്രകൃതിയുടെ കൂടെ ഇത് കേരളത്തിന്റെ മിക്സ് ചെയ്യരുത്, കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെയുള്ളത് റിനൈസൻസ് ലീഡേഴ്സ്. റിനൈസൻസ് ലീഡേഴ്സിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കറക്റ്റ് ഞാൻ എണ്ണം എടുത്താണ് പറയുന്നത് റിനൈസൻസ് ലീഡേഴ്സ് എങ്ങനെ പഠിക്കണം എന്നാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 10, 20, 25 അതിന് മുകളിൽ വേണമെങ്കിൽ റിനൈസൻസ് ലീഡേഴ്സ് പറയാം. അപ്പോൾ ഓരോ ആഴ്ചയിലും നമ്മൾ ഒരു 3 പേരെ വെച്ച് പഠിച്ചു പോയി കഴിഞ്ഞാൽ മാറിപ്പോകില്ല. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ ഒരാളെ വെച്ച് നോക്കിയാലും മതി. ഓക്കെ, അല്ലെങ്കിൽ പകുതിയാക്കി പഠിക്കാം. കാരണം ശ്രീനാരായണ ഗുരുവിന്റെ ഒക്കെ നോക്കുകയാണെങ്കിൽ കുറച്ച് അത്യാവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 2 ദിവസം വെച്ചിട്ട് നോക്കാം, അപ്പോൾ കുഴപ്പം വരില്ല. പിന്നെ ചട്ടമ്പി സ്വാമികൾ, തൈക്കാടയ്യ, ഈ 3 പേരുടെയും നോക്കണം. കാരണം കഴിഞ്ഞ LGS PYQൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും, ശ്രീനാരായണ ഗുരുവായിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെയാണ് ചോദിച്ചത്, ഇൻഡെപ്തിലുള്ള കാര്യങ്ങളാണ് ചോദിച്ചത്, അദ്ദേഹം നടത്തിയ കുറേ കാര്യങ്ങൾ. പക്ഷേ ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയി പോവുകയാണ് ചെയ്തത്. കാരണം അതിൽ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഞാൻ ഇട്ടത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് തൊട്ടാണ് തുടങ്ങുന്നത് സിലബസിൽ. പക്ഷേ ഞാൻ ഇതിടാൻ കാരണം വേറെ കൊണ്ടല്ല, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വെച്ച് വേണം നമ്മൾ എപ്പോഴും ബേസിക് ആയിട്ട് പഠിക്കാൻ. കാരണം എങ്ങനെയാണ് ഭരണഘടന നിർമ്മിക്കാൻ ഉള്ള ആ ഒരു ഇതിലേക്ക് കിടന്നത് എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ SCERTയിൽ ഒരുപാട് ഭാഗത്ത് കൃത്യമായിട്ട് ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള ഒരു രീതി എങ്ങനെയായിരുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ചധികം കാര്യങ്ങൾ ആ പാഠഭാഗത്ത് പറഞ്ഞു പോകുന്നുണ്ട്. ഞാൻ അതിന്റെ ക്ലാസ് ഒരു മോഡൽ എന്നുള്ള രീതിയിൽ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി തൊട്ട് എപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ അത് തൊട്ട് പഠിക്കുന്നതാണ് നല്ലത്. ആ ഒരു ഓർഡറിൽ തന്നെ നോക്കിപ്പോയാൽ നിങ്ങൾക്ക് മാറിപ്പോയില്ല. കാരണം ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറയുന്നത് വലിയൊരു ടോപ്പിക്കാണ്. ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ടൊന്നും ഒരിക്കലും തീർക്കാൻ പറ്റില്ല. അത് ഒരാഴ്ച കൊണ്ട് നിങ്ങൾ കട്ട് ചെയ്ത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഓരോരോ കാര്യങ്ങളായിട്ട് പഠിച്ചു പോകുക. കാരണം വേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ ആ ക്ലാസ്സിൽ ജസ്റ്റ് പറഞ്ഞു പോയിരുന്നു. അതിന്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ബയോളജിയിൽ വിറ്റാമിൻസ് ആൻഡ് ഇറ്റ്സ് ഡെഫിഷ്യൻസി ഡിസീസസ് എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും. വിറ്റാമിൻസും ഡെഫിഷ്യൻസി ഡിസീസസും അതും കുറച്ചധികം ഉണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് നോക്കിയാൽ മതി. ഫിസിക്സ് ദ്രവ്യവും പിണ്ഡവും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കണം. ഓക്കെ, മാറ്റർ തന്നെ ഡിഫറെന്റ് ഫോംസ് ഉണ്ട്. ഈ ഫോംസിന്റെ ഓരോ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോന്ന് എടുത്തിട്ട് ഏത് മാറ്ററിന്റെ സ്റ്റേറ്റ് ആണെന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആഴ്ചത്തിൽ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് വീക്ക് ഞാൻ നമുക്കൊരു മോഡൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി അടുത്തുള്ള വീക്സ് വേണമെങ്കിൽ ഇതനുസരിച്ച് പ്രിപ്പയർ ചെയ്യാം, നിങ്ങളുടെ രീതിക്ക് അനുസരിച്ച് കേട്ടോ. കെമിസ്ട്രിയും പബ്ലിക് ഹെൽത്തും ഞാൻ ഇപ്പോൾ ഇട്ടിട്ടില്ല ആ ഒരു വീക്കിന്റെ ഇതിൽ. പിന്നെ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, അതായത് ബേസിക് ഫാക്ട്സ് എന്നുള്ള രീതിയിലാണ്. ഇപ്പം നമ്മുടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ എന്നാണ് നമുക്ക് സിലബസിൽ തന്നിട്ടുള്ളത് LGSന്റെ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ജനറൽ ഇതെന്നുള്ള രീതിയിൽ നിങ്ങൾ PYQ ഒക്കെ നോക്കി ഇങ്ങനത്തെ ചോദ്യങ്ങളിൽ നിന്നൊക്കെയാണ് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ ആദ്യം സാംസ്കാരിക സ്ഥാപനങ്ങൾ എന്നുള്ള രീതിയിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ കേരള സാഹിത്യ അക്കാദമി, സംഗീത നാടക അക്കാദമി, കേരള ലളിതകലാ അക്കാദമി, ഇത് 3ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മാത്സിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ലസാഖു, ഉസാഖ, ഇത് ബേസിക് ആയിട്ടുള്ള ന്യൂമറിക്കൽ ഓപ്പറേഷൻസ്. മാത്സ് ടഫ് ആയിട്ടുള്ള ഒരാൾ തീർച്ചയായിട്ടും അതിന്റെ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ആദ്യം നിങ്ങൾ ബേസിക് പഠിക്കുക. ഓക്കെ, അതായത് എങ്ങനെയാണ് സംഖ്യകളും അടിസ്ഥാന ക്രിയകളിലും പല കാര്യങ്ങളും വരും. നമുക്ക് അറിയാമെന്ന് വിചാരിക്കരുത്, അറിയാത്തവരുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ കുറേയധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കിയിട്ട് നമുക്കിപ്പോൾ ഓരോ നമ്പർ, വലിയ നമ്പറുകളൊക്കെ തന്നു കഴിഞ്ഞാൽ ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള റൂളുകളൊക്കെ ഉണ്ട്. അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ടേ പ്രോബ്ലംസ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ആകെ ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് മാത്സ് പഠിക്കാൻ. മാത്സ് ടഫ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല കാര്യം അങ്ങനെ ചെയ്യുന്നതാണ്. ഓക്കെ, ലസാഗു ഉസാഗ എന്നൊക്കെ പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള സംഭവങ്ങളാണ്. LCM, HCF അതിന്റെ പല ടൈപ്പ് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. നല്ല ടഫ് ആയിട്ടുള്ള ലെവലുകളുണ്ട്. പക്ഷെ എന്താണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് അറിഞ്ഞിട്ട് നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാനും കൂടെ നമ്മൾ പഠിക്കണം. അല്ല ഒരു ഫോർമാറ്റിൽ തന്നാൽ അത് മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മാത്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മൾ പണ്ടോട്ടേ പഠിക്കുന്നതാണ്. നമുക്ക് എന്ത് തരത്തിൽ ചോദ്യം വന്നാലും ചെയ്യാൻ പറ്റണം. അതിനനുസരിച്ച് സ്പീഡും വേണം. സോ നല്ലോണം പ്രാക്ടീസ് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. ദെൻ കറണ്ട് അഫയേഴ്സ് ഞാൻ ഈ വീക്ക് 1 പറഞ്ഞിട്ടില്ല, വേറെ ഒന്നും കൊണ്ടല്ല, ഓരോ മന്തിന്റെ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞേക്കുന്നതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഇതിലിട്ടില്ല എന്ന് മാത്രം. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജാനുവരി എന്നുള്ള രീതിയിൽ, ജാനുവരിയിലെ കറണ്ട് അഫയേഴ്സ് എന്നുള്ള രീതിയിൽ റെഫർ ചെയ്ത് വെക്കാം. ഞാനത് സെറ്റ് ചെയ്തിട്ടില്ല ജനുവരിയുടെ, കാരണം ഡിസംബറിന്റെ ആവുന്നുള്ളൂ. അപ്പോൾ ജനുവരിയുടെ സെറ്റ് ചെയ്തിട്ട് അത് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് പറയാത്തത്. ദെൻ SCERT ചാപ്റ്റേഴ്സ് ഞാൻ
സോഷ്യൽ സയൻസ് ചാപ്റ്റർ 2 and 3 ബേസിക് സയൻസിന്റെ ചാപ്റ്റേഴ്സ് 1 and 2 ആണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഒരു വീക്ക് കൊണ്ട് വായിക്കുക. പക്ഷെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇതൊരു ക്ലാസ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അപ് ടു ദാറ്റ് എക്സാം നിങ്ങൾക്ക് ഒന്ന് റിവിഷൻ ചെയ്യാനും ഫൈനൽ ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് അതിന്റെ കേട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാൾ എക്സ്പ്ലെയിൻ ചെയ്താൽ അത്രത്തോളം മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്താണ് അതായിരിക്കും ഹെൽപ്ഫുൾ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡു ഇറ്റ്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റേഴ്സിൽ വേറെയും കാര്യങ്ങളുണ്ട് അഡീഷണൽ ആയിട്ട് ഓരോന്ന്, അതനുസരിച്ച് പഠിക്കാം. പിന്നെ വീക്ക്ലി PYQ ഇത് വേണമെങ്കിൽ ഞാൻ വീക്ക്ലി ഓരോ PYQs നിങ്ങൾക്ക് ഇടാം, പ്രാക്ടീസ് സെഷൻസ് പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയമായിട്ടാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. ക്വസ്റ്റൻസ് ഞാൻ പറഞ്ഞ ധാരാളം ചെയ്ത് നോക്കുക, എന്നാൽ മാത്രമേ നമ്മുടെ ലെവൽ കൂടുള്ളൂ. ഞാനിപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ എന്നെ സഹായിച്ചതും ക്വസ്റ്റൻസ് പ്രാക്ടീസിംഗ് ആണ്. ഓക്കെ, വെറുതെ പഠിച്ചു പോയിട്ട് കാര്യമില്ല, നല്ലവണ്ണം ഓരോ കണ്ടന്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. കാരണം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ക്വസ്റ്റൻസിൽ നിന്ന് പല ടൈപ്പ് ചോദ്യങ്ങൾ വരാം. ഓക്കെ, എനിക്കത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത്രയും ഇപ്പോൾ നൂറിൽ കൂടുതൽ ടെസ്റ്റുകൾ ആവാറായിട്ടുണ്ട്. അത് അത്രയും ഓരോ പോർഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. പിന്നെ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ക്ലാസ്സസ് ആയിട്ടും ടെസ്റ്റുകളും കംപ്ലീറ്റ് അപ് ടു ദ എക്സാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഒന്ന് അനലൈസ് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും, നിങ്ങൾക്കിപ്പോൾ കോച്ചിങ് പോകുന്ന ആളാണെങ്കിലും ശരി, നിങ്ങൾക്ക് SCRT ഒരിക്കലും എന്താണ് നിങ്ങൾക്ക് എന്നും വേണ്ടതാണ്. അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്ലാസ് ആയിട്ട് നിങ്ങളുടെ കൈ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്ത് ഒന്ന് റെഫർ ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു റിസർവിൽ കയ്യിലിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതാണ് ഞാൻ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏറ്റവും മിനിമം റേറ്റിലാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. അത് നല്ലവണ്ണം ചെയ്യുക. അപ്പോൾ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം. ഞാൻ പറഞ്ഞു പിന്നെ മാർച്ചിന്റെ ടൈൽ എൻഡിലോട്ട് വരുമ്പോൾ ഇതിന്റെ റേറ്റ് മാറും. ഈ കോഴ്സുകളുടെ ഇത്രയും എൻ്റെ 100% എഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ ഈ പറയുന്ന എല്ലാ സംഭവങ്ങളും ചെയ്യുന്നത് കേട്ടോ. കുറേ കാര്യങ്ങളുടെ ഇടയിൽ, കാരണം നന്നായിട്ട് പഠിച്ച് എഴുതണമെന്ന് ആഗ്രഹമുള്ള കുറേ പേരുണ്ട്. എനിക്കും എന്നെ കൊണ്ടാവുന്ന മാക്സിമം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ഈ പറയുന്ന രീതിയിൽ ഈ വീക്ക്ലി PYQന്റെ PDF വേണമെങ്കിൽ ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഒന്ന് പോസ്റ്റ് ചെയ്തിടാം. അപ്പോൾ ഇതനുസരിച്ച് നിങ്ങൾ ഇനി നെക്സ്റ്റ് വീക്കുകളും സെറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വീക്സിന്റെ വേണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.